അച്ഛൻ സെക്ഷൽ ആയിട്ടുള്ള വർത്താനമൊക്കെ പറഞ്ഞാണ് ഉപദ്രവിക്കാൻ വന്നത്. ചേട്ടനും അമ്മേനെ ഉപദ്രവിക്കില്ല. ചേട്ടൻ കള്ളും കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അമ്മയും പെങ്ങളൊന്നും ആരാന്ന് പോലും തിരിച്ചറിയാനുള്ള ഒരിതില്ല. പണ്ടോട്ട് എങ്ങനെയാണ് അച്ഛനും ചേട്ടനും വെള്ളം കുടിയും ബഹളമൊക്കെ. അപ്പോൾ എനിക്കൊരു 15 വയസ്സുണ്ടായിരുന്ന ആ സമയത്ത് അച്ഛൻ എന്നെ ഇരുമ്പ് വടിക്കൊക്കെ അടിച്ച് എനിക്ക് തീരെ വയ്യാണ്ടൊക്കെ വന്ന കേസൊക്കെ ആയിരുന്നു. അതിൽ പിന്നെ അച്ഛൻ ജയിലിലൊക്കെ പോയിട്ട് വന്നേ പിന്നെ എന്നെ ഇങ്ങനെ വേറൊരു രീതിക്കാണ് കാണുന്നതും ഉപദ്രവിക്കുന്നതും. അച്ഛൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേര് വേണ്ടാത്തൊരു നോട്ടമൊക്കെയാണ് എനിക്ക് ഈ വഴിയിലൊക്കെ വെച്ചാണെങ്കിലും. ചേട്ടൻ കാശ് ചോദിക്കുമ്പോൾ കഞ്ചാവും കള്ളൊക്കെ കുടിച്ചു വന്നിട്ട് കാശ് ചോദിക്കുമ്പോൾ കാശ് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ ഉപദ്രവിക്കും. കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനടിക്കുകയും നമ്മൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. മാക്സിമം പല ബന്ധുക്കളുടെയും വീട്ടിലും അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കാൻ നോക്കും. പക്ഷേ അവിടെയൊക്കെ വന്ന് ഇവർ ഉപദ്രവിക്കലും ബഹളമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ നിൽക്കാനൊരു നിവർത്തിയില്ലാണ്ടായി. പോലീസിനോടൊക്കെ മാക്സിമം പറഞ്ഞ് പ്രൊട്ടക്ഷനൊക്കെ മേടിച്ച് കോടതിയിൽ നിന്ന്. പക്ഷേ അതിലൊന്നും വലിയ ഗുണം ഉണ്ടായിട്ടില്ല. പ്രൊട്ടക്ഷൻ മേടിച്ചിട്ട് പ്രൊട്ടക്ഷൻ അവർ തെറ്റിക്കുകയും ചെയ്തിട്ട് നമ്മൾ പിന്നെ പോലീസിനെ വിളിച്ചിട്ട് അവർ വന്നൊന്നുമില്ല. പിന്നെ ബാത്റൂമും ഒന്നുമില്ല. ബാത്റൂം ഉണ്ടായിരുന്നത് പുറത്തായിരുന്നു. അതൊരു 10-30 വർഷത്തോളം പഴക്കമുള്ള വീടാണ്. അപ്പം ആ ബാത്റൂമിൻ്റെ വാതിൽ അച്ഛനും ചേട്ടനും കൂടി ബഹളം ഉണ്ടാക്കുമ്പോൾ ചവിട്ടി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇപ്പം ബാത്റൂമിൻ്റെ വാതിലും പോയി, ടോയ്ലറ്റിൻ്റെ എല്ലാം പോയി. ഇപ്പം നമുക്കൊന്ന് കുളിക്കണേലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അമ്മ പുറത്ത് നിന്നാലേ എനിക്കൊന്ന് കുളിക്കാൻ പറ്റുമോ, അതുപോലത്തെ ഒരു അവസ്ഥയായി. അപ്പം ചേട്ടനാണെങ്കിൽ അച്ഛൻ വരുമ്പോൾ തന്നെ ചേട്ടന് കാശ് ഒക്കെ കൊടുക്കും കള്ളു കുടിക്കാനൊക്കെ ആണെങ്കിലും. അപ്പോൾ ചേട്ടൻ കാശ് കിട്ടുമ്പോൾ അച്ഛൻ്റെ ഇത് കാശ് മേടിച്ചിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും. ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷെ ഇവർ കള്ളും കഞ്ചാവുമ്പോൾ നമ്മളെ ഉപദ്രവിച്ചിട്ട് എന്നെ വടിക്കൊക്കെ അടിച്ചിട്ട് ഇവിടെ ബ്രസ്റ്റിൻ്റെ സൈഡിലും മുതുകത്തും ഒക്കെ നല്ല പാടൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് ഡ്രസ്സ് കുളിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പാടൊക്കെ വരുമ്പോൾ ഡോക്ടറെ ഒന്നും കൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞ് കൊണ്ട് കാണിക്കാതെ കേസാക്കുന്നത്. ഇപ്പം അച്ഛൻ ഒരു വട്ടം ജയിലിൽ പോയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചേട്ടനെയും ഞാനൊരു കാരണം ജയിലിൽ വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ എനിക്കിപ്പോൾ കൊള്ളില്ലാത്ത പേരാവും. അപ്പം എനിക്കത് പേടിച്ചിട്ട് ഇനിയും അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എന്നെ വീട്ടിൽ നിർത്തിയിട്ട് പോകാനേ അമ്മയ്ക്ക് പേടിയാണ്. അച്ഛന് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അച്ഛൻ ഇപ്പം ഈ സെക്ഷലായിട്ടുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് എങ്ങനെയും ഉപദ്രവിക്കാൻ വരുമോയെന്ന് നമുക്ക് പേടി. ചേട്ടൻ കൈയും വടിയൊക്കെ വെച്ചിട്ടുള്ള ഉപദ്രവമാണ്. പക്ഷെ എനിക്ക് അച്ഛനെ പേടി. അച്ഛൻ ഇങ്ങനെയുള്ള വർത്താനം പറയുന്നത് കൊണ്ട് അമ്മയില്ലാത്തപ്പോൾ വീട്ടിൽ ഇരിക്കാനാണെങ്കിലും പേടിക്കേണ്ട ഒരു സാഹചര്യം അല്ലേ? ഞാൻ അയൽവക്കത്തെ വീട്ടിലൊക്കെ പോയിരിക്കുന്നു. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കും അവരുടെ വീട്ടിൽ വരുമോ എന്ന് പേടിച്ചിട്ട് അവരും എന്നോട് പൊക്കോന്നേ പറയുള്ളൂ. അപ്പം പിന്നെ റോട്ടിലോ അല്ലെ അമ്മ പണിയണ വീട്ടിലൊക്കെ നിൽക്കും.